കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ ഒരു പാലം പൊളിയലും അഴിമതിയുമാണ് പാലാരിവട്ടം പാലം എന്ന് പറയുന്നത്. പക്ഷേ ഇതൊക്കെ മുൻകൂട്ടി കണ്ടിട്ടുള്ള ചില ആളുകൾ KG ജോർജൊക്കെ നേരത്തെ തന്നെ സിനിമ എടുത്തിരുന്നു. അത് പഞ്ചവടി പാലം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതായത് ഒരു പാലം പണിയുന്നതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അഴിമതികളെയൊക്കെ അദ്ദേഹം കൃത്യമായി സൂചിപ്പിച്ചിരുന്നു. അതിനുശേഷം കേരളം ഞെട്ടിയൊരു കാഴ്ച എന്ന് പറയുന്നത് നാഷണൽ ഹൈവേ. സാധാരണ നമ്മളൊക്കെ കരുതപ്പെടുന്നത് നാഷണൽ ഹൈവേയും കേന്ദ്ര ഗവൺമെൻറ് പണികളും ഒക്കെ സൂപ്പറാണെന്നാണ്. അപ്പോൾ അത്തരത്തിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ മേൽനോട്ടത്തിൽ പണിതിട്ടുള്ള പല റോഡുകളും വിള്ളലുണ്ടാവുകയാണ് ചെയ്തിട്ടുള്ളത്. അത് തകർന്ന് വീഴുകയാണ് ചെയ്തിട്ടുള്ളത്. ഭാഗ്യത്തിന് അതിലൂടെ ഒന്നും ആരും സഞ്ചരിക്കാത്തതുകൊണ്ട് വലിയ അപകടമുണ്ടായില്ല. പക്ഷേ 50-ലധികം സ്ഥലങ്ങളിൽ വിള്ളലുകൾ കണ്ടെത്തി. ആ വിള്ളലുകൾ കണ്ടെത്തി എന്ന് മാത്രമല്ല, അതിനുശേഷം ഈ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് തന്നെ ഞങ്ങൾക്ക് വീഴ്ച പറ്റി എന്ന് സമ്മതിച്ചിരിക്കുന്നു. അവരുടെ വിദഗ്ധ സമിതി വന്ന് പഠിച്ചിട്ട് ഇത് കണ്ടെത്തിയിരിക്കുന്നു. പക്ഷേ കണ്ടെത്തിയതിന് ശേഷം പോലും ആ കരാറുകാർക്ക് കേവലം 20 ലക്ഷം രൂപയുടെ ഫൈനാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊരു തമാശയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കൂടാതെ ഈ പൊളിഞ്ഞ സ്ഥലങ്ങളിലെ ഫ്ലൈ ഓവർ അവരുടെ ചെലവിൽ പണിയണം എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും നടക്കാനൊരു സാധ്യതയുമില്ല. കാരണം ഇതിനൊക്കെ ബന്ധപ്പെട്ട് നിരവധി കോടതി വ്യവഹാരങ്ങൾ ഉണ്ടാവും. അതങ്ങനെ നീണ്ടു പോകും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ഘട്ടമെങ്കിൽ. യഥാർത്ഥത്തിൽ നമ്മുടെ ഇവിടെ കേരളത്തിലൊക്കെ തന്നെ ഇത് ചർച്ച ചെയ്യുന്നത് മുഹമ്മദ് റിയാസ് ഇതിൻ്റെ ക്രെഡിറ്റ് അടിച്ചു മാറ്റാൻ നോക്കിയതിനെക്കുറിച്ചും റീലുകൾ ഇട്ടതിനെക്കുറിച്ചും, അപ്പോൾ അദ്ദേഹത്തിന് കൂടി ഇത് അവകാശമുണ്ട് എന്നുള്ള നിലക്കൊക്കെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് കൂടി ഒരു ധാർമ്മികമായ ഉത്തരവാദിത്തമുണ്ട് എന്നുള്ള നിലക്കൊക്കെയാണ് ഇത് ചർച്ച ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഈ പണി കംപ്ലീറ്റായി നടത്തിയതിൻ്റെ ഉത്തരവാദിത്തം മുഴുവൻ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡും അതിൻ്റെ മന്ത്രിയായിട്ടുള്ള റോഡ് ട്രാൻസ്പോർട്ടിൻ്റെ മിനിസ്റ്ററായിട്ടുള്ള നിതിൻ ഗഡ്കരിക്കുമൊക്കെ തന്നെയാണ്. അത് കേന്ദ്ര ഗവൺമെൻറ്റും തന്നെയാണ്. ഒരു സംശയവും അക്കാര്യത്തിലില്ല. സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കൽ മാത്രമേ കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു നടപടികൾ ഉണ്ടായിരുന്നുള്ളൂ. അത് യഥാർത്ഥത്തിൽ G. സുധാകരൻ മന്ത്രിയായിരുന്നപ്പോൾ തന്നെ അത് കൃത്യമായി തീർത്തതാണ്. പക്ഷേ G. സുധാകരൻ എന്ന് പറയുന്ന കേരളം കണ്ട ഏറ്റവും മികച്ച പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മന്ത്രി അദ്ദേഹമായിരുന്നപ്പോൾ തന്നെ ഈ മഞ്ഞ കുറ്റികളൊക്കെ ഇട്ട് സ്ഥലം ഏറ്റെടുപ്പ് പൂർത്തിയായതാണ്. പിന്നെ ഏതാനും ചില കാര്യങ്ങൾ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതങ്ങനെ പൂർത്തിയാക്കി കൊടുക്കുകയും അതിൽ 50% പണം വേണമെന്ന് കേന്ദ്ര ഗവൺമെൻറ് ആദ്യം ആവശ്യപ്പെടുകയും പിന്നെ അത് ഏറ്റവും കുറഞ്ഞത് 25% എത്തിക്കുകയും 25% കിഫ്ബിയിൽ നിന്നുള്ള 6000 കോടി എടുത്ത് നമ്മൾ കൊടുക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അത്തരത്തിൽ സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തതിൻ്റെ ക്രെഡിറ്റ് വേണമെങ്കിൽ പിണറായി വിജയനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സർക്കാരിനോ ഒക്കെ അവകാശപ്പെടാവുന്നതാണ്. പക്ഷെ അതിനേക്കാൾ ഉപരി ഞങ്ങൾ എല്ലാ ആഴ്ചകളിലും തന്നെ ഈ പറയുന്ന അവിടെ അവലോകന മീറ്റിങ്ങുകൾ ചേരുന്നുണ്ടെന്നും ഇത് ഞങ്ങൾ വർക്ക് കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും ഒക്കെ പറയുകയും അതിനൊക്കെ വേണ്ടി നിരവധി റീലുകൾ ഇടുകയൊക്കെ ചെയ്തതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇതൊരു വലിയ തോതിലുള്ള രാഷ്ട്രീയ വിഷയമായി തീർന്നു. അതിൽ തന്നെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ കേന്ദ്ര ഗവൺമെൻറ് ഒരു ചെറിയ പണി കൂടി ചെയ്തു. അത് കേരളത്തിൽ ആരും പറയുന്നില്ല. നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പെറ്റി പൊളിറ്റിക്സ്, റിയാസിന് ഉത്തരവാദിത്തം കൊടുക്കാൻ വേണ്ടി BJPക്ക് ഉത്തരവാദിത്തം കൊടുക്കാൻ വേണ്ടി CPMകാരും ഒക്കെയാണ് ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ സോൾ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരാൾക്കുമല്ല, അത് കേന്ദ്ര ഗവൺമെൻറ്റാണ്, BJPക്കാണ്, നിതിൻ ഗഡ്കരിക്കാണ്. ഇത് നമുക്ക് ആകെ റിയാസിനെ വിമർശിക്കാൻ കഴിയുമായിരുന്ന ഒരു കാര്യം വേണമെങ്കിൽ ഈ റീലൊക്കെ ഇട്ട് ക്രെഡിറ്റ് അടിച്ചു മാറ്റാൻ നോക്കി എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ പാലം പൊളിഞ്ഞതിൻ്റെയോ റോഡ് പൊളിഞ്ഞതിൻ്റെയോ ഒന്നും ഒരു ഉത്തരവാദിത്വവും മുഹമ്മദ് റിയാസിനോ പിണറായി വിജയൻ ഗവൺമെൻറ്റിനോ ഒന്നും കൊടുക്കാൻ കഴിയില്ല. ഇതാണ് അതിൻ്റെ വാസ്തവം. പക്ഷേ ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യവും കൂടി കേന്ദ്ര ഗവൺമെൻറ്റുകൾ ചെയ്തിട്ടുണ്ട്. ആ കേന്ദ്ര ഗവൺമെൻറ് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ഇലക്ട്രൽ ബോണ്ടൊക്കെ നടപ്പിലാക്കിയ ഒരു കാലഘട്ടം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ആ ഇലക്ട്രൽ ബോണ്ടൊക്കെ നടപ്പിലാക്കിയ ഏതാണ്ട് കാലഘട്ടത്തിനനുസരിച്ച് അടുത്ത് തന്നെ അടുത്ത ഡേറ്റുകളിൽ തന്നെ കേന്ദ്ര ഗവൺമെൻറ് മറ്റൊരു നിയമം കൂടി പാസ്സാക്കിയിട്ടുണ്ട്. ആ നിയമം എന്ന് പറയുന്നത് ഈ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് ഈ റോഡുകൾ എല്ലാം പണിയുന്നത്. പക്ഷേ അതിനോടനുബന്ധമായിട്ടുള്ള പണികളും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം ചെയ്തുകൊണ്ടിരുന്നത് PWD എന്ന് പറയുന്ന സ്റ്റേറ്റ് PWDs ആണ്. അതെല്ലാ സ്റ്റേറ്റുകളിലും അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ആ സ്റ്റേറ്റുകളുടെ അധികാരം പോലും ഇവരെടുത്ത് കളഞ്ഞു കേന്ദ്ര ഗവൺമെൻറ്. അങ്ങനെ കേന്ദ്ര ഗവൺമെൻറ് എന്തുകൊണ്ട് എടുത്ത് കളഞ്ഞു എന്ന് നമ്മൾ അന്വേഷിക്കുമ്പോഴാണ് നമ്മൾ ചില വിചിത്രമായ സംഗതികൾ കണ്ടെത്തുന്നത്. അതിന് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം, ഒരു കൊല്ലം നിങ്ങൾ അറിയേണ്ടത് കേന്ദ്ര ഗവൺമെൻറ് ഈ പറയുന്ന നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ വഴി നടപ്പിലാക്കുന്ന പ്രൊജക്റ്റുകളുടെ ആകെത്തുക എത്രയാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുമോ? ഏതാണ്ട് കേരളത്തിൻ്റെയൊക്കെ ബഡ്ജറ്റിൻ്റെ ഇരട്ടിയോളം വരുന്നത്. കേരളത്തിൻ്റെ ബഡ്ജറ്റ് ആയിട്ട് 1.25 കോടി 1.25 ലക്ഷം കോടി 1.5 ലക്ഷം കോടിയുടെ അടുത്താണ്. ആ 1.25 ലക്ഷം 1.5 ലക്ഷം കോടിയൊക്കെ ഉണ്ടെന്നാണ് മോൺസൺ മാവുങ്കൽ കിട്ടാനുണ്ടെന്നാണ് വിശ്വസിപ്പിച്ചുകൊണ്ട് തട്ടിപ്പെടുത്തിയത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഇരട്ടി വരുന്ന എമൗണ്ട്, അതായത് 2 ലക്ഷം കോടിയിൽ കൂടുതലാണ് യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെൻറ് NHAയുടെ വഴി പ്രൊജക്റ്റുകൾ നടപ്പിലാക്കാൻ വേണ്ടി കൊടുക്കുന്നത്. ആ സംവിധാനം അടിമുടി അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുകയാണ്. അതിന് ഏറ്റവും ചില കണക്കുകൾ കൂടി ഞാൻ നിങ്ങളോട് പറയാം. 2023-2024 അവരുടെ പ്രൊജക്റ്റുകളുടെ കോസ്റ്റ് എന്ന് പറയുന്നത്
2.07 ലക്ഷമാണ്. അതായത് 2.07 ലക്ഷം കോടി രൂപയുടെ പ്രൊജക്റ്റുകളാണ് അവർ നടപ്പിലാക്കിയത് ഇന്ത്യ മുഴുവൻ. ഇനി 2024 2025 വരുമ്പോൾ അതിൽ വലിയ തോതിൽ വർധന ഉണ്ടാവുന്നു. ഏതാണ്ട് 25% വർദ്ധിച്ചുകൊണ്ട് 2.5 ലക്ഷം കോടി രൂപയുടെ പദ്ധതികളാണ് അവർ നടപ്പിലാക്കിയതെന്ന് നിങ്ങൾ ആലോചിക്കണം. എന്ന് പറഞ്ഞാൽ ഇത് സ്വർണം കായ്ക്കുന്ന ഒരു ഖനിയാണ് എന്ന് മനസ്സിലാക്കാൻ ഇതിൽ കൂടുതൽ ഞാൻ വിവരിക്കേണ്ടതില്ല. ഇനി 2025 2026 ഇതിൽ ഇതുവരെ ഉള്ള കണക്കുകൾ അനുസരിച്ച് 1.87 ലക്ഷം കോടി രൂപയുടെ അലോട്ട്മെന്റ് നടന്നു കഴിഞ്ഞു ഫണ്ടിന്റെ. അപ്പോൾ ഇത്തരത്തിൽ പണി ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഫണ്ട് കിട്ടുന്ന ഒരു പരിപാടി കൂടിയാണ് ഈ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇനി ഞാൻ മറ്റു ചില കാര്യങ്ങളിലേക്ക് വരാം. നമ്മുടെ യഥാർത്ഥത്തിൽ ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവന്നതിന് നരേന്ദ്രമോദിക്ക് ഞാൻ നന്ദി പറയുന്നു. കാരണം ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവരികയും പിന്നീട് അത് സുപ്രീം കോടതി റദ്ദാക്കുകയും ഒക്കെ ചെയ്തതുകൊണ്ടാണ് നമ്മൾ രാഷ്ട്രീയക്കാർക്ക് ഈ വലിയ വലിയ കമ്പനികളൊക്കെ എങ്ങനെ സംഭാവന കൊടുക്കുന്നു എന്നറിഞ്ഞത്. ആ സംഭാവന കൊടുക്കുന്നു അല്ലെങ്കിൽ ഒരിക്കലും അറിയാതെ പോകുമായിരുന്നു. അതിൽ സംഭാവന കൊടുത്ത ഏറ്റവും വലിയ കമ്പനി എന്ന് പറയുന്നത് ഫ്യൂച്ചർ ഗെയിമിംഗ് എന്ന് പറയുന്ന കമ്പനിയാണ്. സാന്റിയാഗോ മാർട്ടിൻ്റെ കമ്പനിയാണ് ഇലക്ട്രൽ ബോണ്ട് വഴി സംഭാവന കൊടുത്തത്. 12,000 കോടി രൂപയിലധികമാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന കിട്ടിയത്. അതിൽ ഒന്നാമത്തേത് BJP ആണ്, രണ്ടാമത്തേത് മമതാ ബാനർജിയുടെ TMC ആണ് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ അത്തരത്തിൽ വലിയ തോതിൽ സംഭാവന കിട്ടിയിട്ടുണ്ട്. മൂന്നാമത്തേത് കോൺഗ്രസ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പാർട്ടികൾ എല്ലാവരും തന്നെ സംഭാവന മേടിച്ചിട്ടുണ്ട്. അതിൽ രണ്ടാമത്തെ നിൽക്കുന്ന കമ്പനിയുടെ പേര് ഫ്യൂച്ചർ ഗെയിമിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയേണ്ടത് സാന്റിയാഗോ മാർട്ടിൻ്റെ കമ്പനിയാണ്. ഈ സാന്റിയാഗോ മാർട്ടിൻ്റെ കയ്യിൽ നിന്നാണ് ദേശാഭിമാനി പണ്ട് ബോണ്ട് മേടിച്ചിരുന്നത് 2 കോടി രൂപ. നിങ്ങൾ ഓർക്കുണ്ടാവും EP ജയരാജൻ്റെ ഒക്കെ കാലത്ത്. അതെന്തായാലും അവിടെ നിൽക്കട്ടെ, നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. രണ്ടാമത്തെ കമ്പനിയുടെ പേര് MEIL എന്ന് പറയുന്ന കമ്പനിയാണ്. മേഗാ എഞ്ചിനീയറിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. ആ കമ്പനി അതിൻ്റെ 3 സബ്സിഡിയറി കമ്പനീസ് കൂടി, അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ മറ്റു വീഡിയോകളിൽ പറഞ്ഞതുകൊണ്ട് വിശദമാക്കുന്നില്ല. 3 സബ്സിഡിയറി കമ്പനീസും കൂടി ടോട്ടലായി രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവനയായി കൊടുത്തിട്ടുള്ളത് 1200 കോടി രൂപയാണ്. നിങ്ങളൊന്ന് ആലോചിക്കണം, 1200 കോടി രൂപ, 1-2 കോടി രൂപയല്ല. അപ്പോൾ അത്രയും കോടിക്കണക്കിന് രൂപ ഇവർ സംഭാവന കൊടുത്തത് എന്താണ് എന്ന് നമ്മളൊന്ന് ആലോചിക്കണം. ഇതുപോലെ തന്നെ സംഭാവന കൊടുത്ത മറ്റ് ചില കമ്പനികളുണ്ട്. ഒന്ന് രഞ്ജിത്ത് ബിൽകോൺ എന്ന് പറയുന്ന കമ്പനിയാണ്. രണ്ടാമത്തേത് BG ഷിർക്കെ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഇങ്ങനെയുള്ള നിരവധി കമ്പനികൾ വാരിക്കോരി ഇവർക്ക് സംഭാവനകൾ കൊടുത്തേക്കാണ്. ആ സംഭാവന കൊടുത്തതിൻ്റെ നെറ്റ് എഫക്റ്റ് എന്താണെന്ന് അറിയാമോ? ഈ മേഗാ എഞ്ചിനീയറിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് ആണ് നിരവധി പ്രൊജക്റ്റുകൾ ഇന്ത്യ രാജ്യത്ത് ഏറ്റെടുത്തിട്ടുള്ളത്. ഒരു പ്രൊജക്റ്റ് ഏറ്റെടുക്കുന്നതിന് തൊട്ട് മുമ്പ് അവർ 140 കോടി രൂപ BJPക്ക് സംഭാവന കൊടുത്തു. തൊട്ടടുത്ത കറക്റ്റ് 1 മാസം കഴിഞ്ഞപ്പോൾ അവർക്ക് 14,500 കോടി രൂപയുടെ മുംബൈയിലൊരു വലിയ പ്രൊജക്റ്റ് കിട്ടുകയാണ്. നിങ്ങളൊന്ന് മനസ്സിലാക്കണത്. ഇനി ഈ MEIL എന്ന് പറഞ്ഞ കമ്പനി തന്നെയാണ് വയനാട്ടിലൊരു പാലം പണിയുകയും അത് പൊളിച്ചു വീഴുകയും ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. മറ്റൊരു കമ്പനിയായ നവയുഗ കൺസ്ട്രക്ഷൻസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് നിങ്ങൾ അറിയേണ്ടത്. ഈ പറയുന്ന ഉത്തരാഖണ്ഡിൽ ഒരു ടണൽ പണിയുകയും ആ ടണൽ പൊളിഞ്ഞു വീണ് 40ഓളം വരുന്ന തൊഴിലാളികൾ അപ്പുറത്തായി പോവുകയും അവരെ ദിവസങ്ങൾ കൊണ്ട് നമ്മൾ രക്ഷപ്പെടുത്തിയെടുക്കുകയൊക്കെ ചെയ്തത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ആ കമ്പനിയും ഈ പറയുന്ന നവയുഗ കൺസ്ട്രക്ഷൻസ് ലിമിറ്റഡ് ആണ്. ആ കമ്പനിയും ഇതുപോലെ എല്ലാവർക്കും തന്നെ സംഭാവന കൊടുത്തിട്ടുണ്ട് ഇലക്ട്രൽ ബോണ്ട് വഴി. CPMന് ഇലക്ട്രൽ ബോണ്ട് വഴി അല്ലാതെ 2017 മുതൽ 2024 വരെയുള്ള ഘട്ടങ്ങളിൽ ഏതാണ്ട് 80 ലക്ഷം രൂപയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ എല്ലാവരും തന്നെ ഇവരുടെ കയ്യിൽ നിന്ന് പണം മേടിക്കുന്നു എന്ന് ചുരുക്കം. ഇനി രഞ്ജിത്ത് ബിൽകോൺ എന്ന് പറയുന്ന കമ്പനി, ആ കമ്പനി യഥാർത്ഥത്തിൽ ഗുജറാത്തിലെ നിരവധി പ്രോജക്റ്റുകൾ ഏറ്റെടുക്കുന്ന ഒരു കമ്പനിയാണ്. അവരുടെ വലിയ തോതിൽ അവർക്കെതിരെയുള്ള ആരോപണങ്ങളുണ്ട്. ആ ആരോപണങ്ങളുടെ ഭാഗമായി അവർ വലിയ തോതിൽ ഈ പറയുന്ന ഒട്ടും തന്നെ കൃത്യമല്ലാത്ത രീതിയിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത് എന്ന് കണ്ടെത്തിയിട്ടുള്ള ഒരു കമ്പനിയാണ്. പക്ഷേ ആ കമ്പനിക്ക് ഇപ്പോഴും നിരവധി വർക്കുകൾ അവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നു. നിരവധി പ്രൊജക്റ്റുകൾ ഗുജറാത്തിലടക്കം ഏറ്റെടുക്കുന്ന ഒരു കമ്പനിയാണ്. ഇനി BG ഷിർക്കെ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി, ഈ രഞ്ജിത്ത് ബിൽകോണും ഏതാണ്ട് 180 കോടി രൂപ സംഭാവന കൊടുത്തിട്ടുണ്ട്. BG ഷിർക്കെ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി, ആ കമ്പനി 2 പ്രൊജക്റ്റുകളിലായി 4 വീതം ആളുകൾ 2 തവണയായിട്ട് മരിച്ചു എന്ന് 2018-ലും 2022-ലും. ആ കമ്പനിയും ഇതുപോലെ കോടിക്കണക്കിന് രൂപ, എൻ്റെ ഓർമ്മയിലെടുത്ത് പറയുകയാണ്, കോടിക്കണക്കിന് രൂപ കൃത്യമായി ഈ ഇലക്ട്രൽ ബോണ്ട് വഴി സംഭാവന കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സംഭാവന കൊടുത്താൽ നെഗ്ലിജൻസിന്, അതായത് നെഗ്ലിജൻസ് ആയിട്ടുള്ള ഡെത്തുകൾക്ക് കേസെടുത്തിട്ടുള്ള കമ്പനികൾക്ക് പോലും ഇത്തരത്തിലുള്ള വർക്കുകൾ കിട്ടും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ഒരു ബ്രോഡർ സെൻസ് കൂടി ഒന്ന് മനസ്സിലാക്കിയാലേ കൃത്യമായിട്ട് ഇതിൻ്റെ രീതികളിലേക്ക് വരാൻ കഴിയും. അതിന് ഏറ്റവും വലിയ ബ്രോഡറായിട്ടുള്ള സെൻസ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ 180 രാജ്യങ്ങളിൽ ഒരു പഠനം നടത്തിയിട്ടുണ്ട്. ആ പഠനം കറപ്ഷൻ പെർസെപ്ഷൻസ് ഇൻഡെക്സ് എന്ന് പറയുന്നതാണ്. നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. CPI എന്നാണ് പേര്. ആ CPIയിൽ 180-ൽ 96-ാമത്തെ സ്ഥാനത്താണ് ഇന്ത്യ.
ഏതാണ്ട് 65ാമത്തെ സ്ഥാനത്താണ് US. ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്നാമത്തെ രാജ്യമെന്ന് പറയുന്നത്, അതായത് ഏറ്റവും കുറഞ്ഞ അഴിമതി നടക്കുന്ന രാജ്യങ്ങളെന്ന് പറയുന്നത് ഡെൻമാർക്കാണ്, അതുപോലെ ഫിൻലൻഡാണ്, സിംഗപ്പൂരാണ്, ന്യൂസിലൻഡാണ്, നോർവേ ആണ്, സ്വിറ്റ്സർലൻഡാണ്, സ്വീഡനാണ്. ഇത്തരത്തിലുള്ള നിരവധി രാജ്യങ്ങളുണ്ട്. ഈ രാജ്യങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ ഒരു വലിയ വൈരുദ്ധ്യം കൂടി കാണാം. അവിടെയുള്ള ജനങ്ങൾക്ക് അത്ര വലിയ ദൈവവിശ്വാസമൊന്നുമില്ല എന്ന് മാത്രമല്ല, അതുകൊണ്ട് തന്നെ അവരൊക്കെ അഴിമതി ചെയ്യാതെ സുഖമായി ജീവിക്കുന്നു എന്ന് മാത്രമല്ല, ഹാപ്പിനെസ് ഇൻഡെക്സിൽ വലിയ തോതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യങ്ങളാണ്. ഇപ്പോൾ ഫിൻലൻഡ് ആണെങ്കിലും ഈ പറയുന്ന സിംഗപ്പൂർ ആണെങ്കിലും ന്യൂസിലൻഡ് ആണെങ്കിലും അതുപോലെയുള്ള രാജ്യങ്ങളും നോർവേ ആണെങ്കിലും സ്വീഡൻ ആണെങ്കിലും ഒക്കെ തന്നെ. ഇനി ഡെൻമാർക്കിലുള്ള കാര്യം എന്ന് പറയുന്നത് ഡാനിഷ് ക്രിമിനൽ കോഡ് എന്ന് പറയുന്നത് അത് ഇത്തരത്തിൽ കടുത്ത നിയമങ്ങളുള്ള ഈ പറയുന്ന അഴിമതിയെ പ്രൊഹിബിറ്റ് ചെയ്യുന്ന ഒരു സംഭവം കൂടിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ കൊണ്ട് അവിടെയെല്ലാം അഴിമതികൾ കുറവാണെങ്കിൽ ഏറ്റവും കൂടുതൽ അഴിമതികൾ നിലനിൽക്കുന്ന ഒരു രാജ്യമെന്ന് പറയുന്നത്, മോസ്റ്റ് കറപ്റ്റഡ് ആയിട്ടുള്ള രാജ്യമെന്ന് പറയുന്നത് നിങ്ങൾ അറിയേണ്ടത് സൗത്ത് സുഡാനാണ്. അവിടെ എന്തുകൊണ്ടാണെന്നുള്ളത് നിങ്ങൾ അന്വേഷിച്ചാൽ മതി. രാഷ്ട്രീയമായിട്ടൊക്കെ തന്നെ വലിയ തോതിൽ അനിശ്ചിതത്വമുള്ള സ്ഥലങ്ങളാണ്. ഇനി നമ്മുടെ രാജ്യത്തേക്ക് വന്നാൽ, നമ്മൾ ഓൾറെഡി 96ാമത്തെ സ്ഥാനത്താണെന്ന് ഞാൻ പറഞ്ഞു. നമ്മുടെ രാജ്യത്തേക്ക് വന്നാൽ അവിടുത്തെ ഏറ്റവും കറപ്റ്റഡ് ആയിട്ടുള്ള ഫീൽഡുകളിൽ ഏതാണെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഫീൽഡാണ്, അത് കൺസ്ട്രക്ഷൻ മേഖലയാണ്. നമ്മുടെ രാജ്യത്തെ നിർമ്മാണ മേഖലയാണ് എന്നുള്ളത് നിങ്ങൾ അറിയണം. ഇനി നമ്മൾ മറ്റ് ചില ടൂളുകളൊക്കെ ഉപയോഗിച്ച് റിസർച്ച് ചെയ്ത് കണ്ടെത്തിയിട്ടുള്ള ഒരു ലിസ്റ്റ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം കണ്ടു. ആ ലിസ്റ്റിൽ പറയുന്നത് ഇന്ത്യയിൽ തന്നെയുള്ള വിവിധ സെഗ്മെൻറ്റുകളെ കറപ്ഷൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് വേർതിരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ആദ്യത്തേത് പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ് NHAI എന്ന് പറയുന്ന സംവിധാനമാണ്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയും പബ്ലിക് വർക്ക്സും. അതിൽ തന്നെ അവർ പറയുന്നത് ബ്രൈബറി ഇൻ കോൺട്രാക്റ്റുകൾ കൊടുക്കുന്നതിൽ കൈക്കൂലി മേടിക്കുന്നു എന്നാണ്. അതിനിപ്പോൾ വേറെ തെളിവൊന്നും വേണ്ട, ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇൻഫ്ലേറ്റഡ് ആയിട്ടുള്ള ബില്ലുകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇൻഫ്ലേറ്റഡ് ആയിട്ടുള്ള ബില്ലുകൾ എന്ന് പറഞ്ഞാൽ സാധാരണ യഥാർത്ഥത്തിൽ ചെയ്യേണ്ട വർക്കിനേക്കാൾ അല്ലെങ്കിൽ അത്രയും കോസ്റ്റിനേക്കാൾ ഇരട്ടിയിലധികം കോസ്റ്റ് വരുന്നു. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ തെലങ്കാനയിലെ ഒരു മൾട്ടി പർപ്പസ് ഇറിഗേഷൻ പ്രൊജക്റ്റ് ഉണ്ട്, കാളേശ്വരം എന്നാണ് അതിൻ്റെ പേര്. ആ പ്രൊജക്റ്റ് തന്നെ കഴിഞ്ഞ കൊല്ലം അത് എസ്റ്റിമേറ്റഡ് ആകുമ്പോൾ 88,000 കോടി രൂപയായിരുന്നെങ്കിൽ പിന്നീട് അത് ഒറ്റയടിക്ക് 1,47,000 കോടി രൂപയാകുന്നു. അതുപോലെ തന്നെ അക്കൗണ്ടന്റ് ജനറലിൻ്റെ മറ്റൊരു റിപ്പോർട്ടിൽ പറയുന്നത് 5,300 കോടി രൂപ ഈ മേഘ എഞ്ചിനീയറിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിക്ക് വെറുതെ കൊടുത്തിട്ടുണ്ട് എക്സസ് ആയി എന്നുള്ളതാണ്. ചെറിയ എമൗണ്ട് അല്ല, 5,400 കോടി രൂപയിലധികമാണ്. അപ്പോൾ അതുപോലെയുള്ള പ്രൊജക്റ്റുകൾ നടക്കുന്നു. ഇനി രണ്ടാമത്തേത് പോലീസ് ആൻഡ് ലോ എൻഫോഴ്സ്മെൻ്റ് ആണ്, മൂന്നാമത്തേത് ലാൻഡ് റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് ആണ്, നാലാമത്തേത് മുനിസിപ്പൽ കോർപ്പറേഷനാണ്, അഞ്ചാമത്തേത് ഹെൽത്ത് കെയർ ആണ് എന്ന് പറഞ്ഞാൽ പബ്ലിക് ഹോസ്പിറ്റലുകളിലടക്കമാണ്, ആറാമത്തേത് എഡ്യൂക്കേഷനാണ്, ഏഴാമത്തേത് ട്രാൻസ്പോർട്ടാണ്, അതായത് RTOയും ലൈസൻസിങ്ങുമാണ്, എട്ടാമത്തേത് ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റാണ്, ഇൻകം ടാക്സും GSTയും അതുപോലെ എക്സൈസും എല്ലാം തന്നെ. അതിലെല്ലാം തന്നെ അണ്ടർ ദ ടേബിൾ സെറ്റിൽമെൻറ്റുകൾ നടക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഒമ്പതാമത്തേത് മൈനിങ് ആൻഡ് നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയുന്ന അവിടെ ഇല്ലീഗൽ മൈനിങ് അടക്കമുള്ള പരിപാടികൾ നടക്കുന്നു. കൂടാതെ പത്താമത്തേത് ജുഡീഷ്യറിയാണ് എന്ന് പറഞ്ഞാൽ അതും ലോവർ കോർട്ടിലാണ് കൂടുതലായിട്ടുള്ളത് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. പ്രോസസ്സുകളിൽ ഡിലേ ഉണ്ടാക്കുന്നു, അതുപോലെ കേസ് ലിസ്റ്റിങ്ങിൽ ഡിലേ ഉണ്ടാക്കുന്നു, മാനിപ്പുലേഷൻസ് ഉണ്ടാക്കുന്നു, ബെയിലും ബ്രൈബറിയും ആയിട്ടുള്ള ഈ പറയുന്ന പോലെ അലിഗേഷൻസ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള ഒരു സിസ്റ്റം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നു എന്ന് നമ്മൾ അറിയണം. ഇതിനിടയിൽ ചില പോസ്റ്റുകളൊക്കെ ഞാൻ കണ്ടു. കാരണം ഈ രണ്ട് ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്യാൻ ഇടപെട്ടിട്ടുള്ള ചില കോൺഗ്രസ് നേതാക്കൾക്ക് ആദരമർപ്പിച്ചുകൊണ്ടും വലിയ തോതിലുള്ള വിജയമായി കാണിച്ചുകൊണ്ടും പിന്നെ നമ്മുടെ രാഷ്ട്രീയക്കാരും മാധ്യമങ്ങളും ഒക്കെ തന്നെ ഇത് റിയാസിനാണോ കുറ്റം BJPക്കാണോ കുറ്റം എന്നുള്ളതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതൊക്കെ കണ്ടു. യഥാർത്ഥത്തിലുള്ള പ്രശ്നം അതാണ്. നമ്മുടെ രാജ്യത്ത് കേരളത്തിൻ്റെ ബഡ്ജറ്റിനേക്കാൾ ഇരട്ടിയിലധികം കോടി മുടക്കുന്ന നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനെ ഗ്രസിച്ചിരിക്കുന്ന അഴിമതി കൂടിയാണ്. ഇനി മറ്റൊരു വളരെ കൃത്യമായിട്ടുള്ള സോഴ്സിൽ നിന്ന് അറിയാൻ കഴിയുന്ന ഒരു കാര്യം, ഈ NHAIയുടെ ഉദ്യോഗസ്ഥന്മാർ അഴിമതി നടത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അലൈൻമെൻറ്റുകളടക്കം റോഡ് പോകുന്ന വഴികളടക്കം മാറ്റിക്കൊടുക്കാറുണ്ടെന്നും ചിലത് കൂട്ടിയെടുക്കാറുണ്ടെന്നും അത്തരം കാര്യങ്ങളൊക്കെ കൂട്ടിയെടുക്കുകയും മാറ്റിക്കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് പാടില്ല എന്നും കൃത്യമായി ഈ പറയുന്ന ഫ്രീസ് ചെയ്തിട്ടുള്ള പദ്ധതി ആയിരിക്കണം ഇതെന്നും പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് വലിയ ആവശ്യം നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് അന്നതിൻ്റെ മന്ത്രി ജി സുധാകരനാണ്, അദ്ദേഹം അടക്കം ഇടപെട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം ഇത്രയേ ഉള്ളൂ, ഇതുപോലെയുള്ള അഴിമതികളുടെ കൂടാരം കൊണ്ടാണ് ഇവിടെ ജനങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുന്നത്. മധ്യപ്രദേശിലെ വ്യാപം എന്ന് പറയുന്ന ഒരു അഴിമതിയുണ്ട്. ആ അഴിമതി കൊണ്ടാണ് 45-ലധികം പേർ അവിടെ കൊല്ലപ്പെട്ടത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇതുപോലെ അഴിമതികളുടെ കഥകൾ പേറുന്നത് കൊണ്ടാണ്
നിരവധി മരണങ്ങളും കൊലപാതകങ്ങളും പോലും ഇവിടെ നടക്കുന്നത്. അതിൻ്റെ ചെറിയ ഭാഗമായി മാത്രമേ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡിൻ്റെയും ഈ പറയുന്ന ഹൈവേ പൊളിയലിനെയും നമുക്ക് കാണാൻ കഴിയൂ. 2,00,000 2.5 കോടി രൂപയിലധികം ഒരു കൊല്ലം ചെലവഴിക്കാൻ ഒരു ഉദ്യോഗസ്ഥരുടെ കൈകളിലേക്ക് നമ്മൾ കൊടുക്കുമ്പോൾ അതിൽ നിന്നുണ്ടായിട്ടുള്ള സ്വർണ്ണഖനികൾ എത്രയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ചില ഉദ്യോഗസ്ഥരെ 15 ലക്ഷം രൂപയുടെ ബ്രൈബോടുകൂടി CBI പിടികൂടിയിട്ടുണ്ട്. വലിയ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള നിരവധി കേസുകൾ ഇന്ത്യയിലെമ്പാടും നടന്നുകൊണ്ടിരിക്കുകയാണ്. ചില റിപ്പോർട്ടുകൾ പോലും പറയുന്നത്, സ്ഥിരീകരിക്കാൻ കഴിയാത്തത്, NHI എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ അഴിമതികൾ നിറഞ്ഞ 75 സംവിധാനങ്ങളിൽ ഒന്നാണ് എന്ന് കൂടിയാണ്. പക്ഷെ അതിൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഏറ്റവും വലിയ, ചൈന കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും വലിയ സംവിധാനം കൂടിയാണെന്നുള്ളത് മറക്കുന്നില്ല. പക്ഷേ അറിയാൻ പാടില്ലാത്തതുകൊണ്ടോ കഴിവില്ലാത്തത് കൊണ്ടോ അല്ല, ഇത്തരം അഴിമതികളുടെ പുറത്താണ് ഇത്തരത്തിലുള്ള പ്രൊജക്റ്റുകളിൽ വിള്ളൽ വീഴുന്നത്. അത് പെറ്റി പൊളിറ്റിക്സായി മാത്രം നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു ചെറിയ വിഷയവുമല്ല.